ഫെബ്രുവരി 12 വെനസ്ഡേയിലേക്കുള്ള പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത് സപ്പോർട്ടുകളിൽ ബൈയിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു. ആ സ്ട്രാറ്റജി ഫെയിലായൊരു ദിവസമാണ് നമ്മൾ കണ്ടത്. വലിയൊരു ഫാളാണ് മാർക്കറ്റിൽ ഉണ്ടായത്. നോർമലി നമുക്കൊരു 3-4 ദിവസം തുടർച്ചയായിട്ടുള്ള ഫാളിന് ശേഷം ഒരു ഗ്രീൻ ക്യാൻഡിലൊക്കെ വരേണ്ടതാണ്. പക്ഷേ അവിടെ ട്രംപിൻ്റെ താരിഫുമായിട്ട് ബന്ധപ്പെട്ട 25% ടാക്സ് ഓൺ സ്റ്റീല്, മെറ്റൽസ്, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മാർക്കറ്റിനെ വളരെയധികം ആൾറെഡി ബിയറിഷാണ് മാർക്കറ്റ്. അപ്പോൾ അതിൽ ഇത്തരം ഒരു നെഗറ്റീവ് ന്യൂസ് കൊണ്ട് വരുമ്പോൾ അത് മാർക്കറ്റ് പിന്നെ വലിയൊരു ഫ്യൂവലായിട്ട് മാറി വലിയൊരു ഫാളാണ് മാർക്കറ്റിൽ സംഭവിച്ചത്. നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലാൻ ചെയ്ത പ്ലാനിൽ നിന്നിരുന്നെങ്കിൽ ഫെയിൽ ആവാനാണ് സാധ്യത. എന്നാൽ അതേസമയം ലെവലുകളിൽ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുമുണ്ട്. എങ്ങനെയാണ് കൃത്യമായിട്ട് ലെവലുകളിൽ നിൽക്കേണ്ടത് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് നാളത്തെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ വരാനുള്ള ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് നാളെ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഡേറ്റ എന്ന് പറയുന്നത് ഒന്ന് CPI ഇൻഫ്ലേഷനാണ്. ഇൻഫ്ലേഷൻ അണ്ടർ കൺട്രോളിലായതുകൊണ്ടാണ് ഇപ്പോൾ RBI ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നിലവിലുള്ള ഡേറ്റ വെച്ചിട്ട് ഇൻഫ്ലേഷൻ വീണ്ടും കുറയുന്നതായിട്ടാണ് ഫോർകാസ്റ്റ് വരുന്നത്. നാളെ വരുന്ന സമയത്ത് അറിയാം. ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് എല്ലാം ആഫ്റ്റർ മാർക്കറ്റാണ് നാളത്തെ പ്രധാനപ്പെട്ട ഡേറ്റകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് വലിയ രീതിയിൽ ലൈവ് മാർക്കറ്റിൽ ഇതിൻ്റെ ഇമ്പാക്റ്റുകൾ ഉണ്ടാവില്ല. അടുത്തൊരു ഡേറ്റ വരാനുള്ളത് ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഡേറ്റയാണ്. അത് കുമുലേറ്റീവും പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇൻഡസ്ട്രിയലിൽ മാനുഫാക്ചറിങ്ങും സെപ്പറേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള കഴിഞ്ഞ ദിവസം നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മൈനിങ് ഉൾപ്പെടെയുള്ള, മൈനിങ് എന്ന് പറയുമ്പോൾ കോള്, കൽക്കരി, ഓയില്, അതുപോലെ തന്നെ ഗ്യാസ്, ഇങ്ങനെ മെറ്റൽസ് മൈൻ ചെയ്യുന്നത്, മിനറൽസ് മൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ എല്ലാം പ്രൊഡക്ടിവിറ്റി ക്ലബ് ചെയ്തുകൊണ്ട് എടുക്കുന്ന ഡേറ്റയാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ എക്കണോമിയുടെ ഹെൽത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഡേറ്റയാണിത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ എല്ലാ ആക്ടിവിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, മൈനിങ് ഉൾപ്പെടെയുള്ള ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി കുറവാണെങ്കിൽ അത് എക്കണോമിക്ക് മോശമാണ് എന്നുള്ളതാണ്. അവിടെ പ്രത്യേകിച്ച് ഇത് ആ ആക്ടിവിറ്റി കുറയുന്നു എന്ന് പറയുമ്പോൾ അതിനെ നേരിട്ട് കൊറിലേറ്റ് ചെയ്യുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. മാനുഫാക്ചറിങ് ഇല്ലെങ്കിൽ ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റി കുറയുന്നു എന്നുള്ളതാണ് ഇൻഡയറക്റ്റ്ലി അത് പറയുന്നത്. അപ്പോൾ ഇത് നെഗറ്റീവ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും വീണ്ടും മാർക്കറ്റിൻ്റെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഒന്നും കൂടെ തരുന്ന ഒന്നായിരിക്കും. പിന്നെ ഉള്ളതിൽ മാനുഫാക്ചറിങ് സെപ്പറേറ്റ് ആയിട്ട്, ഇത് കുമുലേറ്റീവിൽ മാനുഫാക്ചറിങ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് വരുന്നുണ്ട്. അതിനകത്ത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുള്ള മാനുഫാക്ചറിങ്, യൂട്ടിലിറ്റിയിലെ മാനുഫാക്ചറിങ് ഒക്കെ അതിനകത്ത് വരുന്നത്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഓട്ടോമൊബൈൽ പാർട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പിന്നെ ക്ലോത്ത്, അതുപോലെ ഫുഡിലെ റോ മെറ്റീരിയൽസ്, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇത് സെപ്പറേറ്റ് ചെയ്തെടുത്തുകൊണ്ടാണ് ഇവിടുത്തെ ഒരു പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യുന്നത് ഈ ഏരിയയിൽ. ഇവിടെ യൂട്ടിലിറ്റി എന്നുള്ളത് ഞാൻ തെറ്റിച്ച് പറഞ്ഞു. യൂട്ടിലിറ്റി ഇതിലല്ല, യൂട്ടിലിറ്റി ഇൻഡസ്ട്രിയിലാണ് വരുന്നത്. ഓക്കെ, അത് ഗ്യാസ്, വാട്ടർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നാളെ മാർക്കറ്റിൽ ഉണ്ടാവും, വരും ദിവസങ്ങളിലുണ്ടാവും. നാളത്തെ ലൈവ് മാർക്കറ്റിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ പ്രൈസ് ആക്ഷനെ കൂടുതലായിട്ട് റിലേ ചെയ്യാൻ പറ്റുമെന്നാണ് നാളെ പ്രതീക്ഷിക്കുന്നത്. ലൈവ് മാർക്കറ്റിൽ ഇത്ര ന്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് ഇനി വരും ദിവസങ്ങളിലെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ലെവല് 23,345 എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ലെവലാണ്. അതിന് താഴേക്ക് ക്ലോസിംഗ് കിട്ടിയാൽ മാർക്കറ്റിൻ്റെ ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്, അതിന് മുകളിലേക്കാണ് ക്ലോസിംഗ് എങ്കിൽ ഇതുവരെയോ അല്ലെങ്കിൽ ഇതുവരെയുള്ള റീട്രേസ്മെൻ്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ മാർക്കറ്റ് നമ്മൾ പറഞ്ഞ ലെവലിൻ്റെ താഴേക്ക് ക്ലോസിംഗ് കിട്ടിയിട്ടുണ്ട്. ഇനി മാർക്കറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ 345 എന്ന ലെവലിലേക്കുള്ള 1-2 ദിവസം കൊണ്ടുള്ളൊരു റീട്രേസ്മെൻറ്റ്, ഇനി ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല. ആ റീട്രേസ്മെൻറ്റിന് ശേഷം വീണ്ടും മാർക്കറ്റ് പുതിയ ഒരു ലോ അന്വേഷിച്ചുകൊണ്ട് താഴേക്ക് പുതിയൊരു ലോയിലേക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവലാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇങ്ങോട്ടൊരു പുതിയൊരു ലോ കൂടെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് പ്രതീക്ഷ. അപ്പോൾ ഒന്ന് റീട്രേസ് ചെയ്തതിന് ശേഷം താഴേക്ക് എന്നുള്ളതാണ് ഇപ്പോൾ മാർക്കറ്റിലൊരു വ്യൂ സെറ്റ് ചെയ്യുന്നത്. നമ്മളൊരു പ്ലാൻ സെറ്റ് ചെയ്യാണ്. വരും ദിവസങ്ങളിൽ 1-2 ദിവസത്തെ പ്രൈസ് ആക്ഷൻ കണ്ടാൽ നമുക്കതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടോ അതോ നമുക്ക് പ്ലാൻ മാറ്റേണ്ടതുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ മുമ്പ് പറഞ്ഞ ഒരു പ്ലാനിലേക്ക് ഈ ഒരു ലെവൽ വരെ അല്ലെങ്കിൽ ഈ ഒരു ലെവൽ വരെ എന്നുള്ള റീട്രേസ്മെൻറ്റിലേക്ക് നമുക്ക് തീരുമാനിക്കണമെങ്കിൽ ആ 23,345 മുകളിലേക്ക് ക്ലോസിംഗ് കിട്ടി സസ്റ്റെയിൻ ചെയ്താലാണ് ആ പ്ലാൻ മാറുക. ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള ഈ താഴേക്കുള്ള പ്ലാൻ മാറുന്നത് 23,345 മുകളിൽ ഒരു ഡേയിലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നിന്നാൽ ആണ് നമ്മൾ ആ പ്ലാൻ മാറ്റേണ്ടത്. അതുവരെ നമ്മൾ ഈ ഒരു ആൻറ്റിസിപ്പേഷനിലാണ് നിൽക്കുന്നത്. മാർക്കറ്റിനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാണ്.
1, 2, 3 പ്ലാനുകൾ സെറ്റ് ചെയ്യുന്നു. ഒരു പ്ലാൻ ഒരു പെർട്ടിക്കുലർ ലെവലിൻ്റെ അപ്പുറത്തേക്ക് പ്രൈസ് നിന്നാൽ പിന്നെ ആ പ്ലാൻ വിട്ടിട്ട് നമ്മൾ അടുത്ത പ്ലാനിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റികൾ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ലെവലുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന സാധ്യതകൾ, ട്രേഡ് എടുക്കാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നിപ്പോൾ മാർക്കറ്റ് നാളെ ഒരു കഴിഞ്ഞ ദിവസങ്ങൾ ഷെയർ ചെയ്യാത്തൊരു ലെവൽ ഇതാണ് 23,044. ഈ കാണുന്നത് 23,044 അപ്പോൾ നാളെ ഇതൊരു പ്രധാനപ്പെട്ട ലെവലായിരിക്കും. മാർക്കറ്റ് ഇതിന് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ലെവല് 22,992 ആണ്. ഈ ബ്ലാക്ക് ലെവലാണ്. അപ്പോൾ ഇവിടെ ഗ്യാപ്പ് അപ്പൊക്കെയാണ് മാർക്കറ്റിൻ്റെ ഓപ്പണെങ്കിൽ ഗ്യാപ്പ് അപ്പായിട്ട് ഈ ലെവലിലേക്ക് റീട്രേസ് ചെയ്താൽ ഇവിടുന്ന് ഈ ലെവൽ വരെയുള്ളൊരു റാലി എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഈ വലിയ ഒരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഇവിടെ നിന്ന് ഒന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, ഈ ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഈ ലെവൽ വരെയുള്ളൊരു റാലി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ 23,068 മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒരു ഏകദേശം 100 പോയിൻ്റ് വരുന്നുണ്ട് ഈ ഒരു ലെവലിലേക്ക്. 23,147 43 ഈ 43ൻ്റെ മുകളിലൊക്കെ ഹ്യൂജ് ഗ്യാപ്പ് ഒക്കെ വരുന്ന ഒരു സിനാരിയോ ഉണ്ടായാൽ അതിനുശേഷം ഇവിടെ സപ്പോർട്ട് എടുത്താൽ, ഇതിന് മുകളിലേക്ക് കയറിയിട്ട് ഇവിടെ സപ്പോർട്ട് എടുത്താൽ അടുത്ത ലെവൽ വരെ നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു റാലി പ്രതീക്ഷിക്കാം. ഇവിടുന്ന് ഈ ലെവലിൽ വന്ന് താഴേക്ക് നിന്നിട്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് ഇതിന് താഴേക്ക് നിന്ന് ബെൻഡായിട്ട് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാൻ ശ്രമിച്ച് ബെൻഡായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യം വന്നാൽ ഈ ലെവൽ വരെ ഉള്ള സെല്ലിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ ഒരേ സമയം സെല്ലും ബൈയും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലായിരിക്കും 143. ബേസിക്കലി നമ്മൾ ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് സെല്ലോൺ റൈസാണ്. നോർമലി നമ്മൾ കൺസിഡർ. അപ്പോൾ ഇത് റൈസ് ആവുന്നത് എപ്പോഴാണ്? ഇവിടുന്ന് ഇങ്ങോട്ട് റാലി വന്ന് നിൽക്കുമ്പോഴാണ് ഇത് ടോപ്പ് ആവുന്നത് അല്ലേ. ഇതിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഇത് റൈസ് അല്ല, പിന്നെ പ്രൈസിൻ്റെ ഈ ഒരു ആക്ഷൻ വെച്ചിട്ട് ഇത് ബോട്ടമായി അല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ സംഭവിച്ചിട്ടുള്ളത് ബോട്ടത്തിൽ നമ്മൾ ബൈ നിൽക്കുക എന്നുള്ള നമ്മുടെ പ്ലാൻ പരാജയപ്പെടുന്ന രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്തെന്ന് പറയുമ്പോൾ ഈ ബോട്ടത്തിൽ വീണ്ടും സെല്ലിനുള്ള അവസരം ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തത്. നാളെ അങ്ങനെ ബോട്ടത്തിൽ നിന്ന് സെല്ലിനുള്ളൊരു അവസരം ക്രിയേറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സെല്ലിൽ ഈ ബോട്ടം വരുന്ന സമയത്ത് ബോട്ടത്തിൽ ബൈയിൽ നിന്നിട്ടില്ലെങ്കിലും നിങ്ങളൊരു ഡിഫൻസീവ് ട്രേഡർ ആണെങ്കിൽ ബൈയിൽ നിൽക്കണ്ട, സപ്പോർട്ടിൽ ബൈയിൽ നിൽക്കണമെന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് അവിടെ സെല്ലിൽ നിൽക്കാതിരിക്കുക എന്നുള്ള രീതി നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ടോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ സെല്ലിൽ നിൽക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഡേ ക്യാൻഡലിൻ്റെ പിക്ചറിൽ നോക്കുമ്പോൾ നമുക്കൊരു 1-2 ക്യാൻഡിൽസ് ഇവിടെ ഒരു റീട്രേസ്മെൻറ്റ് ക്യാൻഡിൽസ്, ഇത് ഡേ ക്യാൻഡിലായിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 1-2 ക്യാൻഡിലുകളോടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നതിന് ശേഷമുള്ളൊരു ഫാള് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റിനെ ഞാൻ അപ്രോച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ട്രേഡ് റെക്കമെൻഡേഷനോ അല്ല. നിങ്ങൾ നിങ്ങളുടെ ഓൺ അനാലിസിസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മൾ പഠിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിൽ പ്രൈസ് ഫോം ചെയ്യുന്നതിന് അനുസരിച്ച് പ്ലാൻ ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ലൈവ് ട്രേഡ് എടുത്തിട്ടുള്ള വീഡിയോകൾ നോക്കിയിട്ട് മനസ്സിലാക്കുക. പിന്നെ പുതുതായിട്ട് ചാനലിൽ വന്നവർക്ക് നമ്മളുടെ മെമ്പർഷിപ്പിനെ പറ്റിയിട്ടൊന്ന് പരിചയപ്പെടുത്തുന്നു. യൂട്യൂബിൽ ജസ്റ്റ് നമ്മുടെ ഏതെങ്കിലും വീഡിയോയുടെ താഴെ കാണുന്ന ബട്ടണിൽ ജോയിൻ ഉള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാം. അപ്പോൾ നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ചെയ്യുക. നിങ്ങൾ തിരിച്ച് നിങ്ങൾക്ക് ഞാൻ ട്രേഡ് ചെയ്യുന്ന എടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഡിസ്കോഡിലേക്ക് ആക്സസ് കിട്ടും. ആക്സസ് കിട്ടേണ്ടത് എങ്ങനെയാണെന്നുള്ളത് വെൽക്കം മെസ്സേജ് ഫോർ ന്യൂ മെമ്പേഴ്സ് എന്ന് പറയുന്ന യൂട്യൂബിലെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇത്തരം ട്രേഡുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാവാം. വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഫോക്കസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അവസാനം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഷെയർ ചെയ്ത സ്റ്റോക്കുകളാണത്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് മനസ്സിൽ വയ്ക്കുക. ദാറ്റ്സ് ഇറ്റ്. ബൈ, സീ യു ടുമോറോ.